ഹലോ, ഞാനൊരു തോമസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തോമസ് ഒരു പാവം മനുഷ്യനാണ്. ആർക്കെന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും തോമസ് അവിടെയുണ്ട്. എല്ലാവരെയും സഹായിക്കും. ഒരാൾ ചോദിക്കുന്നതിൽ അധികമായിട്ട് കൊടുക്കും. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യൻ. കൂട്ടുകാരനായ വിനോദിന് വിസ ശരിയാക്കാനായിട്ട്, വിസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചാണ് തോമസ് കൊടുത്തത്. 4 മാസം വിനോദും തോമസും ബോംബെയിൽ ഒന്നിച്ചായിരുന്നു. വിനോദിൻ്റെ ആ 4 മാസത്തെ ഭക്ഷണച്ചെലവും എല്ലാം തോമസാണ് വഹിച്ചത്. അത്രയ്ക്ക് നല്ല മനുഷ്യൻ. വിനോദിന് ഗൾഫിൽ ജോലിയായി വരുമാനമൊക്കെ ആയി തുടങ്ങി. വീട്ടിലേക്ക് പൈസയൊക്കെ അയക്കാൻ തുടങ്ങി. വിനോദിൻ്റെ മനോഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം വന്നു. ഒരു പൈസ പോലും അയാൾ തോമസിന് തിരികെ കൊടുത്തില്ല. തോമസ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഭാര്യ എന്നും കരച്ചിലാണ്, എൻ്റെ സ്വർണം എടുത്തുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോദിക്കുമ്പോഴെല്ലാം ഓരോ ഒഴികഴിവ് പറഞ്ഞ് വിനോദ് മാറുകയാണ്. ഒടുവിൽ തോമസിന് മനസ്സിലായി വിനോദ് എന്നെ പറ്റിച്ചതാണ്, ഇനി ആ പൈസ കിട്ടില്ല. അയാൾ ഭാര്യയെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ദൈവം നമുക്ക് തരും, അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഭാര്യ ഓർത്തു, ഇനിയെങ്കിലും ഇയാളൊരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ തോമസ് ഒരു പാഠവും പഠിച്ചില്ല. അടുത്തത് കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് വിരികേറ്റി പൂട്ടിക്കിടക്കുന്ന ഒരു ഹോട്ടൽ ഏറ്റെടുത്ത് അതിന് പൈസ മുടക്കി അവിടെയും ആളുകൾ കളിപ്പിച്ചു. അവിടെയും തോമസ് പറഞ്ഞു, ആരുടെയും കണ്ണീര് പുരണ്ട പണം എനിക്ക് വേണ്ട, ദൈവം എനിക്ക് പ്രതിഫലം തരും. തോമസ് അങ്ങനെ ആശ്വസിച്ചു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു സംഭവം കൊണ്ടോ 2 സംഭവം കൊണ്ടോ ഒന്നും തോമസ് പാഠം പഠിച്ചില്ല. തോമസ് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനും അവർ പറ്റിക്കാനും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് തോമസിൻ്റെ കഥ. വേറൊരു ജീവിതകഥ പറയാം. റോസമ്മ ടീച്ചറിൻ്റെ കഥ. ഹൈസ്കൂൾ അധ്യാപികയാണ് റോസമ്മ ടീച്ചർ. നന്നായിട്ട് പ്രസംഗിക്കും. മാതൃവേദിയുടെ മീറ്റിങ്ങുകളിലൊക്കെ റോസമ്മ ടീച്ചർ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ഏത് സ്ഥലത്ത് വേണമെങ്കിലും, ഗ്രാമങ്ങളിലായാലും മലയോര പ്രദേശങ്ങളിലാണെങ്കിലും അവർ പ്രസംഗിക്കാൻ ഓടിയെത്തും. മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നല്ല മനസ്സാണ്. അവരൊരു ഭാര്യ, അമ്മ, മരുമകൾ, അധ്യാപിക, ഈ ഭാരിച്ച ജോലികൾക്ക് പുറമെയാണ് ഈ സേവനം. അവർക്കതിനൊരു മടിയുമില്ല. എവിടെ വേണമെങ്കിലും അവർ സ്വന്തം ചെലവിൽ ഓടിയെത്തും. അവസാനം ഒരു 45-ാമത്തെ വയസ്സായപ്പോഴത്തേക്കും ഇവർക്ക് ശക്തിയായ നടുവേദന വന്ന് കിടക്കയിലായി. സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാനൊന്നും രക്ഷയില്ല, ലീവ് എടുത്തു. അപ്പോൾ ഇവരിങ്ങനെ കിടക്കേ തന്നെയായി. സഹായത്തിനായിട്ട് ഒരാളെയും വെച്ചു. അപ്പോൾ ഇവരെല്ലാവരോടും അടുത്ത് ചെല്ലുന്നവരോടെല്ലാം ഇവർ പരാതി പറയാൻ തുടങ്ങി. ഞാൻ എന്തോരം ആളുകളെ സഹായിച്ചിട്ടുള്ളത്, പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോൾ, ഞാനിങ്ങനെ ആയപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല, എന്തൊരു കഷ്ടമായതെന്ന് പറഞ്ഞവർ പരിഭവങ്ങളും പരാതികളും പറയാൻ തുടങ്ങി. ഇതുപോലെ ഒരുപാട് തോമസുമാരും റോസമ്മമാരും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ബൈബിളിൽ പറയുന്നത് തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. എന്നാൽ ചിലർ തന്നെത്താൻ സ്നേഹിക്കുന്ന കാര്യം മറന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം ചിലരിൽ കാണുന്നുണ്ട്. സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമായിട്ട് ഇവർ ആളുകളെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് സംശയമാണ്. എല്ലാവരെയും സ്നേഹിക്കാനും പ്രീതിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ, സ്വന്തം കാര്യങ്ങളും ചെയ്യാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് ഇവരൊരു പാഠവും പഠിക്കത്തില്ല. ഞാൻ നല്ലയാളാണ്, ഞാൻ എല്ലാവരെയും സഹായിക്കും, കുറ്റം മറ്റുള്ളവരുടേതാണെന്ന് ഇവരൊക്കെ ധരിച്ചു വെച്ചേക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഇവർ സ്വയം ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ തകരാറ്. ആരെ അങ്ങ് വിശ്വസിക്കും, ആരുടെ ദുഃഖങ്ങൾ കേട്ടാലും അതിൽ അലിഞ്ഞു ചേരും. സാധ്യമല്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും യാന്ത്രികമായിട്ട് ഇവർ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഏത് കാര്യവും ആളുകൾ ചോദിക്കുന്നതിൽ അധികം കൊടുക്കാൻ ഒരു വെമ്പലാണ്. ഇതൊക്കെ ചെയ്യുമെങ്കിലും പിന്നെ പരാതി പറച്ചിലാണ്. നിങ്ങളിങ്ങനെയാണോ? എങ്കിൽ അതിനൊരു മാറ്റം വരുത്തിക്കൂടെ? സേവ് അവർ സോൾ ഫസ്റ്റ്. നമ്മളെ രക്ഷിക്കണം ആദ്യം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയല്ലേ ആദ്യം ചെയ്യേണ്ടത്. എല്ലാവരും സ്വന്തം കാര്യവും സ്വന്തം കുടുംബത്തിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ? ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നോ
മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരരുതെന്നും അല്ല അർത്ഥം. പക്ഷേ സ്വന്തം കുടുംബത്തെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതുപോലുള്ള പരാതികൾ പറയേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു സ്വഭാവം ചിലരിലുണ്ട്. അത് ഉണ്ടാകുന്നത് ചെറുപ്പത്തിൽ, നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് നല്ല പാഠങ്ങൾ പറഞ്ഞു തരും. മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, സഹായിക്കണം, ഇങ്ങനെയൊക്കെ. ആ പാഠങ്ങളൊക്കെ നല്ലതാണ്. നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേരൻസ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷേ ചില ആളുകൾ ഇത് ഒരുപാട് ആഴത്തിനുള്ളിലേക്ക് എടുക്കും. സ്വന്തം കാര്യങ്ങൾ കളഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ഒബ്സഷനിലേക്ക് അവരങ്ങ് എത്തും. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ സഹായങ്ങൾ ചെയ്യുന്നു, ഒടുവിൽ പരാതി പറയുന്നു. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം. ഇത് എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന വേറൊരു കുടുംബമുണ്ട്. ഞാനുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കുടുംബം. ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. വീട്ടിലൊന്നുമില്ല, അവർ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഭാര്യയുണ്ട്, 4 മക്കളുണ്ട്. അവരെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇദ്ദേഹം സാമൂഹ്യ സേവനമായിട്ട് നടക്കുകയാണ്. ഇദ്ദേഹം അതിൽ നിന്ന് ഒരു പൈസയും രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല. 10 രൂപ കയ്യിലുള്ളപ്പോഴും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ 10 രൂപയും കൂടെ കടം വാങ്ങിച്ച് അവരെ സഹായിക്കും. പക്ഷേ ഭാര്യയും മക്കളും പട്ടിണിയാണ്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അവസാനം ഭാര്യയ്ക്ക് ഒരു ചെറിയ ജോലി ഉള്ളത് കൊണ്ട് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. സ്വന്തം കുടുംബത്തെ നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ. അവരിൽ നിന്നുള്ള ആ അംഗീകാരത്തിന് വേണ്ടിയായിരിക്കാം ചിലപ്പം ചെറുപ്പത്തിലുള്ള ഈ മെസ്സേജും ഉള്ളിലുണ്ട്. അതിനോടൊപ്പം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുമ്പം അതിലങ്ങ് മയങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ, സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ. അപ്പം ഇങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഒരാളെ സഹായിക്കുന്നത് അയാളുടെ സ്നേഹത്തിന് വേണ്ടിയാണോ? സേവനത്തിലൂടെ സ്നേഹം നേടിയെടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ അതൊരു വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പം ഞാനിത് ചെയ്യണോ? എനിക്കിത് ആവശ്യമുണ്ടോ? എൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇവരെ സഹായിക്കാൻ? നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിൽ പോകുമ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ പോകുമ്പം അതിനു മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കുക. രണ്ടാമത്, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സഹായം എന്ന് പറയുന്നത് ഒരു മാനസിക കളിയാണ്. മറ്റുള്ളവരെ സഹായിക്കും, അവർ എന്തെങ്കിലും തിരിച്ചു ചെയ്യുമ്പോൾ പിന്നെ പരാതി പറയുന്നു, ലോകം മുഴുവൻ മോശമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയാണ്. അപ്പോൾ പിന്നെ അതുപോലെ ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് തുറന്നു പറയുക, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, സ്നേഹത്തോടു കൂടി പറയാമല്ലോ. പിന്നെ അതുപോലെ ആവശ്യമായത് മാത്രം പറയുക. എല്ലാ സത്യവും എല്ലാവരോടും എല്ലായ്പ്പോഴും പറയാൻ നമുക്കൊരു കടപ്പാടുമില്ല. അപ്പോൾ ചില സത്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു തന്നെ പറയുക. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണിത്. കുടുംബനാഥന്മാർ പലപ്പോഴും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നല്ല, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടെന്നല്ല, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങളുടെ കുടുംബമാണ്. ഓരോരുത്തരും അവരവരുടെ കുടുംബത്തെ സംരക്ഷിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.